നമ്മൾ കേരളീയരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. അതുകൊണ്ട് തന്നെ ഓണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും ഫുൾ ഓൺ സെലിബ്രേഷൻ മോഡിലായിരിക്കും. എന്നാൽ പലപ്പോഴും അത്തരത്തിലുള്ള സെലിബ്രേഷൻസിന്റെ ഇടയിൽ വളരെ രസകരമായ ചില അമ്മളികളും സംഭവിക്കാറുണ്ട്. അതൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ ചിരിച്ചൊരു വഴിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരത്തിൽ ചില ഓണം ഫെയിൽസ് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓണത്തിന് എല്ലായിടത്തും സജീവമായി നടത്തുന്ന ഒരു മത്സരമാണ് ഉറിയടി മത്സരം. അങ്ങനെ ഒരു ഉറിയടി മത്സരത്തിനിടെ നടന്ന സംഭവം നിങ്ങൾക്കിവിടെ കാണാം. മുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന പൂവിനടിച്ചിട്ട് അത് ഉറിയാണെന്ന് കരുതി പുള്ളി ആഘോഷിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ബാക്കിയുള്ളവരത് കാണിച്ചു കൊടുത്തപ്പോഴാണ് പുള്ളിക്കാരന് സത്യാവസ്ഥ മനസ്സിലായത്. ഓടുന്ന ഓട്ടം കണ്ടിട്ട് ഇനി ആ വഴിക്ക് തിരിച്ചു വരില്ലെന്നാണ് തോന്നുന്നത്. ഓണത്തിന് നടത്തുന്ന ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്നാണ് വടംവലി. അപ്പോൾ ഇനി നമുക്ക് ചില വടംവലി ദൃശ്യങ്ങൾ കാണാം. ഈ വടംവലിയിൽ മുന്നിൽ നിൽക്കുന്ന ആ ചേട്ടനെ കണ്ടിട്ട് പുള്ളിക്കാരന് ഇതിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്തായാലും പുള്ളി കുറെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരം വലിച്ചു നോക്കിയപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇത് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന്. അതുകൊണ്ട് ആള് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. എല്ലാരും വിളിച്ചു. ഇനി ആവേശഭരിതമായ മറ്റൊരു വടംവലി ഇവിടെ കാണാം. പുറകിലെ ചേച്ചി എന്ത് ചെയ്താലും വലി നിർത്തില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ്. അതിപ്പോ നിന്ന് വലിച്ചാലും ഇരുന്ന് വലിച്ചാലും കിടന്ന് വലിച്ചാലും എന്താ, വലിച്ചാ പോരെ. എന്നാ ഇനി നെക്സ്റ്റ് വടംവലി കണ്ടോളൂ. ഇത് കാണുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് സംശയം തോന്നിയേക്കാം, വടംവലി എന്ന് പറഞ്ഞിട്ട് ഇതിൽ വടം എവിടെ, ഇത് കിണറിൽ നിന്ന് വെള്ളം കോരുന്ന കയറല്ലേ എന്ന്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ നാട്ടിലെ വടം ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും മത്സരം കണ്ടു നോക്കൂ. അപ്പോൾ അടുത്ത വടംവലി മത്സരം മുതൽ അവർ ശരിക്കുള്ള വടം യൂസ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അല്ലാതെ കണ്ണി കണ്ട കയറൊക്കെ എടുത്ത് വടം വലിക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു ചാക്കിലോട്ട മത്സരമാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ചാക്കിലോട്ടത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ടെക്നിക്കാണ് ഈ മഹത് വ്യക്തി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ തമ്മിൽ നടത്തിയ ഒരു കസേര കളി കാണാം. അല്ല പിന്നെ ആർക്ക് വേണം അവരുടെ കസേര. വെള്ളം കൊണ്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ തെന്നി വീണെന്നൊക്കെ ഇരിക്കും. പാളയിൽ ഇരുത്തി വലിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് നിങ്ങൾ ഇനി ഇവിടെ കാണുന്നത്. അതിൽ ഇവരെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഇവരാണ് ഈ കഥയിലെ ഹീറോസ്. ഈ ഉറിയടി മത്സരമൊക്കെ വെക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കണം. അല്ലാതെ ഈ ട്യൂബ് ലൈറ്റും ബൾബും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയാൽ ഇങ്ങനെ പലതും സംഭവിച്ചെന്നിരിക്കും.
ഒരു കൂട്ടം കുട്ടികളുടെ തിരുവാതിര കളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, ആ കുട്ടി തിരുവാതിരയുടെ കൂടെ കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി ഇടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുട്ടി തീരുമാനിച്ചു ഇനിയും പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ബ്രേക്ക് ഡാൻസും തിരുവാതിരയും ഒന്നിച്ചങ്ങ് കളിച്ചു. ഈ ഉറിയടിയൊക്കെ നടത്തുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ ഉറി നേരെ ഒന്ന് കെട്ടിവെക്കുകയെങ്കിലും ചെയ്യണം. പാവം ഈ ചേട്ടൻ ഉറിയിൽ അടിച്ചിട്ട് പോലുമില്ല. അടിയ കയറിൽ തട്ടിയപ്പോൾ തന്നെ ഉറി നേരെ വീണത് പുള്ളിക്കാരൻ്റെ തലയിലേക്കാണ്. അത് മുറിക്കകത്താണെങ്കിൽ മുഴുവൻ വെള്ളവും. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ വെള്ളത്തിൽ ചവിട്ടി വീഴുന്നത് എന്തൊരു കഷ്ടമാണ്. ചെറുപ്പത്തിൽ പുലികളിക്ക് പുലികളെ കണ്ട് പേടിച്ച പലരും ഉണ്ടാകും. അത് തന്നെയാണ് ഈ കുട്ടിക്കും സംഭവിച്ചത്. ഇത് കണ്ടിട്ടെന്തോ വെറൈറ്റി മത്സരമാണെന്ന് തോന്നുന്നു. എന്തായാലും മത്സരാർത്ഥിയും വിട്ടുകൊടുക്കുന്നില്ല, കയറ് വലിക്കുന്ന ചേട്ടനും വിട്ടുകൊടുക്കുന്നില്ല. ഇനി വടംവലിക്കിടെ ഒരു വെറൈറ്റി ടെക്നിക്ക് യൂസ് ചെയ്ത വ്യക്തിയെ നമുക്കിവിടെ കാണാം. മത്സരമാണെന്ന് പറഞ്ഞ് പറ്റിച്ച് പുള്ളിയെ കണ്ണും കെട്ടി നേരെ കയറ്റിവിട്ടത് ലിഫ്റ്റിലേക്കായിരുന്നു. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരു വടംവലി മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് സ്ത്രീകൾ തന്നെ ജയിക്കണമെന്ന് അതീവ താല്പര്യമുണ്ടായിരുന്ന ഈ അപ്പൂപ്പനും കൂടി അവരുടെ കൂടെ കയറി വലിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന് മനസ്സിലായി മത്സരം എന്തായാലും തോൽക്കുമെന്ന്. അപ്പോൾ പിന്നെ പുള്ളി അവിടുന്ന് നൈസായിട്ട് മുങ്ങി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാടേ? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. ഈ കാടിന്റെയും മരത്തിന്റെയും ഇടയിലൊക്കെ കൊണ്ടുപോയി ഉറിയടി മത്സരം വെച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കാതിരിക്കുമോ? ഇനിയിവിടെ കാണുന്നത് ഒരു ഡിസി ചലഞ്ചാണ്. അതെന്താണെന്ന് വെച്ചാൽ നിന്ന് ചുറ്റി കറങ്ങി കറങ്ങി തല കറങ്ങുന്നത് വരെ കറങ്ങണം. അത് കഴിഞ്ഞിട്ട് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിയെത്തണം. അങ്ങനെ മത്സരത്തിൽ എന്താണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. വടം വലിക്കാൻ പോയതാ ഇങ്ങനെ ഇരിക്കണം. എന്താ ഒരു ആവേശം, എന്താ ഒരു സ്പിരിറ്റ്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.